കൂടി. ഇക്കുറി ഓണപരീക്ഷ സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കും. ശതാബ്ദി ആഘോഷം ആവേശോജ്വലമായി ഉദ്ഘാടന സമ്മേളനം. സ്കൂൾ ഗെയിംസ് തായ്ക്കൊണ്ടയിൽ ജില്ലയിലും സ്വർണം. വാർത്തകൾ വിശദമായി. 1992-93 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 25-ാം തീയതി ഞായറാഴ്ച സ്കൂളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഓർമ്മകളുടെ കളിമുറ്റത്ത് എന്ന് പേരിട്ട ഈ സംഗമത്തിൽ ശ്രീ ഷമീർ അധ്യക്ഷനായി. വസന്താമണി ടീച്ചറും PT ലിലി ടീച്ചറും സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത മീറ്റിംഗിൽ HM TA ഫ്രാൻസിസ് കൂട്ടായ്മയുടെ പ്രസക്തിയെക്കുറിച്ച് സന്ദേശം നൽകി. അറിവും സ്നേഹവും നൽകിയ ഗുരുക്കന്മാരുടെ സാന്നിധ്യം ചടങ്ങിൽ മാറ്റുകൂട്ടി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊച്ചു ബേബി ടീച്ചർ, വസന്താമണി ടീച്ചർ, PT ലിലി ടീച്ചർ, ജോൺസി ടീച്ചർ, സുഹറ ടീച്ചർ, സുബൈദ ടീച്ചർ, CC മേരി ടീച്ചർ, റോസിലി ടീച്ചർ, പുഷ്പ ടീച്ചർ, മിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ശ്രീ സനൽ യോഗത്തിൽ നന്ദി പറഞ്ഞു. ഈ അധ്യയന വർഷത്തിലെ പാദവാർഷിക പരീക്ഷകൾ സെപ്റ്റംബർ 4 ബുധനാഴ്ച ആരംഭിച്ച് 12-ാം തീയതി അവസാനിക്കും. 2025 നടക്കുന്ന സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം 30-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് നടന്നു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനായ ശ്രീ മണികണ്ഠൻ പെരുമ്പടപ്പ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ശ്രീ NMK നബീൽ അധ്യക്ഷനായിരുന്നു. HM TA ഫ്രാൻസിസ് ചടങ്ങിൽ സ്വാഗതമേകി. സ്കൂളിലെ സീനിയർ പൂർവ്വ വിദ്യാർത്ഥിയായ ജോൺ മാസ്റ്റർക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും സ്വാഗത സംഘം രക്ഷാധികാരി കൂടിയായ ശ്രീ റഹീം വീട്ടിപ്പറമ്പിൽ സ്നേഹാദരം നൽകി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു നിർവഹിച്ചു. ലോഗോ ഡിസൈനിംഗ് മത്സരത്തിൽ ദുൽഖത്ത് സമ്മാനാർഹനായി. സ്കൂളിന്റെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററിയുടെ നാമനിർദ്ദേശം ജോയിന്റ് കൺവീനർ ശ്രീമതി പ്രീതി ബാബു നിർവഹിച്ചു. ഓർമ്മപ്പൂക്കൾ എന്ന് പേരിട്ടിരിക്കുന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ സുജിത് ഹുസൈനാണ്. 100-ാം വാർഷികാഘോഷങ്ങൾക്ക് സ്വീകരിച്ച നിറനൂറ് 2K25 എന്ന പേരിന്റെ അനാച്ഛാദനവും നടന്നു. പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ വിനോജ് മാസ്റ്റർ യോഗത്തിൽ നന്ദി പറഞ്ഞു. ശ്രീ മണികണ്ഠൻ പെരുമ്പടപ്പ് ആലപിച്ച ഗാനങ്ങൾ കുട്ടികൾക്ക് ആവേശം പകർന്നു. തൃശൂരിൽ വെച്ച് നടന്ന ജില്ലാ ഗെയിംസിൽ തായ്ക്കൊണ്ടോ ഇനത്തിൽ സ്വർണം നേടി 6-ാം ക്ലാസ്സിലെ അനന്തകൃഷ്ണൻ സ്കൂളിന്റെ അഭിമാനമായി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.